ജയസൂര്യ ഇ ഡി പൊക്കിയല്ലോ, എന്തിനാണ് ശരിക്കും? ചങ്ങാതി നന്നാവണം. പ്രിയൻ ചിലപ്പോൾ മോശമാണെങ്കിൽ എന്നെ പൊക്കിക്കൊണ്ടുപോകും പോലീസ്. കാരണം ഇവിടെ ജയസൂര്യ പെട്ടിരിക്കുന്നത് ജയസൂര്യയുടെ ചങ്ങാതി എന്ന് പറയണ്ട, ഒരു മലപ്പുറംകാരൻ മൂലമാണ്. മലപ്പുറത്തു നിന്ന് വന്ന് കാക്കനാട് താമസിക്കുന്ന ഒരുത്തൻ. അവൻ്റെ പേര് അനീഷ് അഹമ്മദ് എന്നാണ്. അനീഷ് അഹമ്മദ് ഒരു കമ്പനി തുടങ്ങി, സേവ് ബോക്സ് ഡിജിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഈ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു പണം സമാഹരിക്കുന്നൊരു കമ്പനിയാണ്. ഒന്ന് നിക്ഷേപം സ്വീകരിക്കും, നിക്ഷേപം സ്വീകരിച്ചിട്ട് പലിശ ആളുകൾക്ക് ലാഭവിഹിതം കൊടുക്കും. അപ്പോൾ അവരെന്തെങ്കിലും ബിസിനസ് നടത്തണ്ടേ, ഈ ലാഭവിഹിതം കൊടുക്കണമെങ്കിൽ ലാഭവിഹിതം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ സേവ് ബോക്സ് എന്നുള്ള സൈറ്റിൽ ലാപ്ടോപ്പുകൾ, ഐഫോണുകളൊക്കെ വിൽപ്പനയ്ക്ക് വെക്കും. എന്നിട്ട് കുറഞ്ഞ വിലയ്ക്ക് വെക്കുകയാണ്. ലേലം ചെയ്യുമ്പോൾ ഒരു സാധനത്തിന് ഏറ്റവും കുറഞ്ഞൊരു വില വെക്കും. എന്നിട്ട് നമ്മൾ ലേലം വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ലേലം വിളിക്കുക, എന്നിട്ട് ബിഡ് ചെയ്യുക, ബിഡിങ്ങിൽ പങ്കെടുക്കുക, ആളുകൾ പൈസ ഇട്ട് ബിഡ് ചെയ്യണം. ബിഡ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ പ്രിയൻ വന്നു, ഞാനൊരു ഐഫോൺ വെച്ചിരിക്കുന്നു, ഞാൻ 150 രൂപ വിലയിടുന്നു. പ്രിയൻ അപ്പോൾ എന്ത് ചെയ്യുന്നു, 170 രൂപ എന്ന് പറയുന്നു, 170 രൂപ അടയ്ക്കുന്നു. അടുത്തൊരാളൊന്ന് 250 പറയുന്നു, ആ 250 അടയ്ക്കുന്നു. അങ്ങനെ വന്ന് ഏറ്റവും അവസാനം ഏറ്റവും കൂടിയ തുക പറയുന്ന ആൾക്ക് ഈ ഫോൺ കിട്ടും. ഇതാണ് ഇതിൻ്റെ രീതി. ഇതൊരു മണി ചെയിൻ്റെ സ്വഭാവമുണ്ട്. ഈ പൈസ ഒക്കെ ഈ അടച്ച ആളുകൾക്ക് പൈസയും കിട്ടിയില്ല, ഫോണും കിട്ടിയില്ല എന്നൊക്കെ വന്നു. ഒരുപാട് ആളുകൾ പെട്ടു. അതുകൂടാതെ ഈ കമ്പനിക്ക് സേവ് ബോക്സ് ഡിജിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് കേരളത്തിൽ പല സ്ഥലത്തും കേരളത്തിന് പുറത്തും ഫ്രാഞ്ചൈസി കൊടുത്തു. ഫ്രാഞ്ചൈസി എടുത്ത ആളുകളോടൊന്ന് വലിയ തുക ഡെപ്പോസിറ്റ് മേടിച്ചു, അതും കൊടുത്തില്ല. അങ്ങനെ വന്ന് പരാതിയായി ഏതാണ്ട് 60 കോടി രൂപയോളം ഇയാൾ തട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അനീഷ് അഹമ്മദ് എന്ത് ചെയ്തു, മലപ്പുറത്ത് നിന്ന് വന്നിട്ട് ഇവിടെ കാക്കനാട് വലിയ ഒരു ലക്ഷറി ഫ്ലാറ്റൊക്കെ എടുത്ത് വലിയ ആഡംബര ജീവിതം, സിനിമാക്കാരെയൊക്കെ കാണുന്നു, സിനിമകളുടെ പ്രൊമോഷനിൽ പങ്കെടുക്കുന്നു. അങ്ങനെ സുഖിമാനായിട്ട് ലക്ഷറി കാറിൽ എല്ലാ സ്റ്റാർ ഹോട്ടലുകളാണ്, എല്ലാ സിനിമാക്കാരുമായിട്ട് കമ്പനി ഇങ്ങനെയൊക്കെ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ പണമുള്ള ഒരാൾ കിട്ടുമ്പോൾ ഈ സിനിമ വിജയിക്കുന്നത് എപ്പോഴും സാധാരണക്കാരൻ പോയി ടിക്കറ്റ് എടുത്ത് കാണുന്നുണ്ടാണ്, അല്ലേ? സാധാരണക്കാരാണ് സിനിമ വിജയിപ്പിക്കുന്നത്, അല്ലാതെ കാശുകാരൊന്നുമല്ല. കാശുകാർ പറ്റുമെങ്കിൽ വീട്ടിൽ ഹോം തിയേറ്റർ ഉണ്ടാക്കി സിനിമ കാണും. ഇപ്പോൾ വെയിറ്റ് ചെയ്താൽ 30 ദിവസം കഴിയുമ്പോൾ സിനിമ OTTയിലും വരും. അപ്പോൾ സിനിമ തുടങ്ങിയ കാലം മുതൽ തറ ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന കണ്ടുകൊണ്ടിരുന്ന ആളുകളുടെ അവരുടെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ് അവർ സിനിമ കാണാൻ വേണ്ടി തിയേറ്റർ കൊടുക്കുന്നത്. അതാണ് സിനിമാ നടന്മാരുടെയും സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയൊക്കെ പണം എന്ന് പറയുന്നത് പാവപ്പെട്ടവൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. പക്ഷേ ഈ പാവപ്പെട്ട ആളുകളെ കാണുമ്പോൾ ഈ നടന്മാർക്കും താരങ്ങൾക്ക് പരമപുച്ഛമാണ്. ഒന്ന് വിളിച്ചാൽ നിൽക്കത്തില്ല, ഒന്ന് നോക്കിയാൽ ചിരിക്കില്ല. അവർ വേറെ ഏതോ ലോകത്തുനിന്ന് ഏലിയൻസ് വരുന്ന പോലെയാണ് സിനിമാക്കാരൊക്കെ പോകുന്നത്. ഞാനൊരു അനുഭവം പറയാം. എനിക്ക് ഇവിടെ നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലായ ഹയാത്തിൽ ഒരു ദിവസം ഞാൻ കേരളത്തിലെ അതിപ്രശസ്തനായ ഒരു നിർമ്മാതാവ് അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു 1-2 പേരെ കാണാനുണ്ട്, നമുക്ക് ലോബിയിലിരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ റൂമിൽ നിന്ന് വന്ന് ലോബിയിലിരിക്കുന്നു. ലോബിയിലിരിക്കുമ്പോൾ നിലത്ത് പതുങ്ങി വരുന്നൊരു കാർ. അപ്പം ഹയാത്തിൻ്റെ പുറത്തെ ഗ്ലാസ്സിലൂടെ കൊടുക്കുമ്പോൾ കാണാം കാർ നിൽക്കുന്നു. അതിൽ നിന്ന് കേരളത്തിലെ ഒരു ചോക്ലേറ്റ് നായകൻ ഇറങ്ങി വരുന്നു. ഇറങ്ങി വരുമ്പോൾ ഹോട്ടലിലേക്ക് കയറി വരുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ വിഷ് ചെയ്യുന്നുണ്ട്. ഇയാൾ മൈൻഡ് ചെയ്യുന്നില്ല. മലയാളത്തിലെ ഏറ്റവും അഹങ്കാരിയായ നടൻ. മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ പോകുമ്പോൾ ലോബിയുടെ അവിടെ ലോബിയിലെ സോഫയിൽ ഈ പറയുന്ന നിർമ്മാതാവും ഞാനും ഇരിപ്പുണ്ട്. പാസ് ചെയ്ത ഈ നടൻ പെട്ടെന്ന് മുന്നോട്ട് പോയപ്പോഴാണ് നിർമ്മാതാവിനെ കണ്ടത്. അദ്ദേഹം ഒട്ടൻ തിരിച്ചു വന്നു. എന്താ ചേട്ടാ, എന്താ ഇവിടെ എന്തൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ഞാനും ഉണ്ട്. ഉടനെ ചോദിച്ചാൽ, എന്താണ് താങ്കളെന്താ ഇവിടെ വന്നേ? അതെ, ഞാൻ മുടി വെട്ടിക്കാൻ വന്നതാണ്. 5 സ്റ്റാർ ഹോട്ടൽ ഹയാത്തിലാണ് മുടി വെട്ടുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, അത്രയേറെ ആളുകൾ അവിടെ ഇരുന്ന് വിഷ് ചെയ്തിട്ട് ഈ നടൻ മൈൻഡ് ചെയ്തില്ല. മറിച്ച് ഈ നിർമ്മാതാവിനെ കണ്ടപ്പോൾ നടന്നു പോയ ആൾ തിരിച്ചു വന്നു. മലയാളത്തിലെ ഏറ്റവും സക്സസ്ഫുള്ളായിട്ടുള്ള നിർമ്മാതാവാണ്. സംസാരിച്ചിട്ട് പോയി. അപ്പം നിർമ്മാതാവിൻ്റെ കാശുണ്ടെങ്കിൽ സിനിമ ഇറങ്ങുള്ളൂ. പക്ഷേ നിർമ്മാതാവ് പടം ഇറക്കിയാൽ അത് വിജയിക്കണമെങ്കിൽ പാവപ്പെട്ടവൻ, പണിയെടുക്കുന്നവൻ, പട്ടിണിക്കാരൻ, അവൻ മിച്ചം വെക്കുന്ന പണം കൊണ്ട് തിയേറ്ററിൽ കൊടുത്താലേ പടം വിജയിക്കുള്ളൂ. അപ്പോൾ സിനിമയിലുള്ള ആളുകളൊക്കെ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ കഴിയുകയാണ്. ഇപ്പോൾ ജയസൂര്യൊന്നും അങ്ങനത്തെ ആളൊന്നുമല്ല കേട്ടോ. ജയസൂര്യയൊക്കെ ആളുകളോട് വളരെ സൗഹാർദ്ദപരമായി ഇടപെടുന്ന ആളൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ അനീഷ് അഹമ്മദ്മാരെ പോലെയുള്ള കള്ളനാണയങ്ങൾക്ക് വളരെ എളുപ്പമാണ് വലിയ വില കൂടിയ വസ്ത്രവും വലിയ വില കൂടിയ ഹോട്ടലിൽ താമസവും മുന്തിയ കാറിലുമൊക്കെ സഞ്ചരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഇവരെയൊക്കെ അങ്ങ് ചേർന്ന് നിൽക്കും സിനിമാക്കാർ. അങ്ങനെ പറ്റുന്ന ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അനീഷ് മുഹമ്മദിനെ സംബന്ധിച്ചിപ്പോൾ പറ്റിയത്, അയാൾ ഈ സേവ് ബോക്സ് ഡിജിറ്റൽ എന്ന് പറഞ്ഞ തട്ടിപ്പ് കമ്പനി ഉണ്ടാക്കി എന്ന് മാത്രമല്ല, അതിന് പരസ്യം വേണമായിരുന്നു. പരസ്യത്തിന് വേണ്ടി ബ്രാൻഡ് അംബാസഡറായിട്ട് ജയസൂര്യയെ വെച്ചു. അതാണ് ജയസൂര്യയ്ക്ക് പണിയായത്. ജയസൂര്യയെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഉള്ള ആക്ടിലെ പുതിയ വ്യവസ്ഥ അനുസരിച്ച് എന്താണെന്നറിയാമോ, ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നു, അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെലിബ്രിറ്റി വന്നാൽ അതിനെക്കുറിച്ച് പരാതികളുണ്ടായാൽ അത് തട്ടിപ്പാണെങ്കിൽ
ഈ സെലിബ്രിറ്റിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന തരത്തിൽ നിയമ ഭേദഗതി വന്നു. അതെ. അപ്പോൾ ഇത് തട്ടിപ്പ് കേസായി. മാത്രമല്ല ഇതിൻ്റെ ഈ തട്ടിപ്പ് നടത്തിയ കമ്പനിയാണ് ഈ സെലിബ്രിറ്റിയെ പ്രൊമോട്ടറായിട്ട് വെച്ചാൽ തട്ടിച്ച പണത്തിൽ നിന്നാണ് ഇയാൾക്ക് പ്രതിഫലം കൊടുത്തതെങ്കിൽ ആ പണം പിടിച്ചെടുക്കും. അപ്പം ഈ അനീഷ് അഹമ്മദിനെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ സംഭവം വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായി ഒരു മണി ലോണ്ടറിംഗ് ഉണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കലുണ്ടോ എന്ന് ED അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ED ജയസൂര്യയെ തേടി വന്ന് അതിഥി രവി ഉൾപ്പെടെയുള്ള ചില ആളുകളെയും ചോദ്യം ചെയ്തു എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവരൊന്നും പ്രതിയല്ല കേട്ടോ, ഇപ്പം നിലവിൽ പ്രതിയൊന്നുമല്ല. അവരോട് എന്താണ് വിവരങ്ങൾ, ഈ പണം എങ്ങനെ വന്നു, ഈ പണം എങ്ങനെയാണ് ക്യാഷായിട്ടാണ് വന്നത് എന്നുള്ള കാര്യങ്ങൾ ശേഖരിക്കുകയാണ്. അപ്പോൾ ജയസൂര്യ വളരെ കൃത്യമായി EDയോട് പറഞ്ഞു എന്നാണ് നമ്മൾ അറിയുന്നത്. തൻ്റെ പണമൊക്കെ കിട്ടി, ബാങ്ക് വഴിയാണ് വന്ന് അതിന് ടാക്സ് അടച്ചിട്ടുണ്ട്. പിന്നെ ഇത് കമ്പനി വന്നു, അത് തട്ടിക്കും, ഒരു കമ്പനി നാളെ തട്ടിപ്പ് നടത്തുമെന്ന് മുൻപേ ഒന്നും ഊഹിച്ചെടുക്കാൻ പറ്റില്ല. അത് ചിലപ്പോൾ ആ തട്ടിപ്പ് എത്രയോ ധനകാര്യ സ്ഥാപനങ്ങളുണ്ടല്ലേ, അവിടെയൊക്കെ വന്ന് ആളുകൾ അതിൻ്റെയൊക്കെ പ്രൊമോഷന് വേണ്ടിയൊക്കെ നടന്മാരും സെലിബ്രിറ്റികളും ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായി സംഭവിക്കാവുന്ന ഒരു കുഴപ്പത്തിലാണ് ജയസൂര്യ പെട്ടത്. കുഴപ്പമൊന്നുമില്ല, ജയസൂര്യയെ സംബന്ധിച്ച് ക്രൈം ചെയ്തിട്ടില്ല, പ്രതിയല്ല. ED പറഞ്ഞു ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു, ഡീറ്റെയിൽസ് കൊടുത്തു, ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു. ചിലപ്പോൾ ഒരു പ്രാവശ്യം കൂടി വിളിക്കുമായിരിക്കും. പക്ഷേ ഇവിടെ പഠിക്കേണ്ട ഒരു പാഠമുണ്ടേ. നോക്കൂ, എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. പുതിയ കമ്പനികൾ വരുന്നു, ഈ കമ്പനികൾ തലകുത്തി വീഴുന്നു, ആളുകളെ പറ്റിക്കുന്നു, കോടിക്കണക്കിന് രൂപയായിട്ട് 60 കോടി രൂപ തട്ടിച്ചെടുത്തു എന്ന് പറയുന്നു. 2 കുഴപ്പങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, എന്ത് പുതിയ സംരംഭം പണം കിട്ടും, ലാഭം കിട്ടും എന്ന് പറഞ്ഞാൽ മലയാളി എത്ര പഠിച്ചാലും പഠിക്കാതെ കവിടുന്ന് വീഴും. എന്നിട്ട് ലാഭം കിട്ടുമെന്ന് നോക്കിയിരിക്കുക, അവസരം ഉള്ള മുതൽ പോകും. രണ്ടാമത്തത്, ഈ സെലിബ്രിറ്റികൾ ജയസൂര്യയെ പോലെയുള്ള ആളുകൾ സമൂഹത്തിൽ ഒരു ഗുഡ് വില്ലുള്ള മികച്ച ജനങ്ങളുടെ അംഗീകാരമുള്ള, ജനങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ളൊരു നടനാണ്. അങ്ങനെയുള്ള ആളുകളെ ഇവരുപയോഗിക്കുന്ന അവരുടെ ഗുഡ് വില്ലിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം തീർച്ചയായിട്ടും ഒരുത്തം വന്ന് സംസാരിക്കുമ്പോൾ നോക്കണം ആരാണെന്നുള്ളത്. അപ്പോൾ ഈ അനീഷ് അഹമ്മദ് ആരാണെന്ന് ജയസൂര്യ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അനീഷ് അഹമ്മദ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് സംശയിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ അതിന് ദുർവ്യാഖ്യാനം വരും. കാരണം ഞാൻ അങ്ങനെ തന്നെ പറയും, അതിൻ്റെ പേരിൽ എന്ത് പഴി കെട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിൽ ക്രൈം റേറ്റ് എടുക്കുക, കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുടെ പേര് ഇതുപോലത്തെ പേരുകളാണ്. ഇതൊരു സത്യമാണ്, ഇത് പറയാൻ പാടില്ല കേട്ടോ. മയക്കുമരുന്ന് കേസ്, ഡ്രഗ്സ്, കൊള്ള, പീഡനം തുടങ്ങി ഏത് കേസെടുക്കുക, മോഷണ കേസ്, അതിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിരന്തരം പ്രതികളാവുന്നുണ്ട്. എല്ലാ ആളുകളും തീവ്രവാദിയല്ല, എന്നാൽ തീവ്രവാദികളെല്ലാം ഒരു വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് പറയുന്ന പോലുള്ളൊരു തിയറി. അപ്പോൾ ഞാനൊരു മതത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറയില്ല, മതത്തിൻ്റെ പേരും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനകത്ത് ഈ മതത്തിൻ്റെ നേതാക്കന്മാർക്ക്, മതത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക്, മതസംഘടനകൾക്ക് വലിയ പങ്കുണ്ട്. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരു ഇസ്ലാമോഫോബിയ ഉണ്ട്. ഇസ്ലാമോഫോബിയ നിൽക്കുമ്പോൾ പരമാവധി ആളുകൾ ഇത്തരം കൃത്യങ്ങളിൽ, കുറ്റകൃത്യങ്ങളിൽ, സമൂഹത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഇടപെടാതെ മാറി നിൽക്കണം എന്ന് ഒരു ജാഗ്രത പുലർത്തേണ്ട ഉത്തരവാദിത്വം ആ മതസംഘടനകൾക്കുണ്ട്, മതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അതൊന്നും ആരും ചെയ്യുന്നില്ല. കേരളത്തിൽ മയക്കുമരുന്ന് കേസുകളിൽ വലിയ തോതിൽ ആളുകൾ പിടിക്കപ്പെടുമ്പോൾ നമ്മുടെ ആളുകൾ ഇതിന് പോകാൻ പാടില്ല, ഇതൊക്കെ വിശ്വാസത്തിനെതിരാണ് എന്ന തരത്തിലുള്ള ഒരു കാമ്പയിൻ എന്തുകൊണ്ട് ആരംഭിക്കുന്നില്ല? അതല്ലാതെ പാലാ ബിഷപ്പിനെ പോലെയുള്ള അഭിവന്ദ്യനായ ഒരു ബിഷപ്പ് ഇതിങ്ങനെ ഒരു നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അങ്ങോട്ട് മാർച്ച് നടത്തുകയല്ല വേണ്ടത്. നമ്മുടെ ഈ കളമശ്ശേരി സ്ഫോടനം ഉണ്ടായി. ചാനൽ ചർച്ചയിൽ ഒരാൾ പറയുകയാണ്, അതിൻ്റെ പ്രതിയെ പിടിക്കുന്നവരെ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, ആ പ്രതി ഒരു മുസ്ലിം ആയിരിക്കരുതേ എന്ന്. അതെത്ര അപകടകരമാണ് ഒന്ന് ആലോചിക്കുക പ്രിയ. ഇപ്പോൾ ഞാനോ പ്രിയനോ അല്ലെങ്കിൽ പ്രശാന്തോ ആരെങ്കിലും ഒരാൾ പറയുകയാണ്, ഒരുത്തനെ പോക്കറ്റടിക്ക് പിടിച്ചു, ദൈവമേ അതിൻ്റെ മോനായിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മകന് അല്ലെങ്കിൽ നിങ്ങളുടെ മകന് അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വരുന്നത്. അപ്പോൾ കളമശ്ശേരിയിൽ ബോംബ് സ്ഫോടനം നടത്തിയപ്പോൾ അതൊരു മുസ്ലിം ആയിരിക്കരുതേ എന്ന് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് പ്രാർത്ഥിക്കേണ്ടി വന്നു എങ്കിൽ എന്താ കാരണം? ഉത്തരം അതിലുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തെ നമ്മൾ ലഘൂകരിക്കാൻ പാടില്ല. ജയസൂര്യ പ്രതിയല്ല. ഇപ്പം ചാനലിലൊക്കെ വാർത്ത കാണിക്കുന്നത് ജയസൂര്യയുടെ വലിയ പടവും കൊടുത്തിട്ട് ജയസൂര്യ എന്തോ വലിയ കുറ്റകൃത്യം ചെയ്തു എന്ന തരത്തിലാണ് വാർത്ത പോകുന്നത്. അങ്ങനെയൊന്നുമല്ല. ജയസൂര്യയ്ക്ക് അബദ്ധം പറ്റി, അനീഷ് അഹമ്മദിനെ വിശ്വസിച്ച് പോയി ജയസൂര്യ EDയുടെ ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യം കൂടെ ജയസൂര്യയെ പോലെയുള്ള സെലിബ്രിറ്റികൾ ഓർമ്മിക്കണം, ഒരു കമ്പനിയെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ, പ്രചാരകരായി നിങ്ങൾ മാറുമ്പോൾ അവർ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾക്ക്, അത് തട്ടിപ്പ് കമ്പനിയാണെങ്കിൽ, പ്രൊഡക്റ്റ് ഫേക്ക് ആണെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ലയബിളാവും. അവിടെ നിന്ന് കിട്ടിയ പൈസ ചിലപ്പോൾ
ഇ ഡി കൊണ്ടുപോകും. ഇ ഡിയുടെ പിന്നാലെ നടക്കേണ്ടി വരും, കയറി ഇറങ്ങേണ്ടി വരും. അപ്പോൾ ജാഗ്രത ജാഗ്രത ജാഗ്രത, ഭയം വേണ്ട, ജാഗ്രത മതി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.